തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശാസ്തമംഗലം വാർഡിലെ ബി.ജെ.പി സ്ഥാനാർത്ഥിയായ മുൻ ഡി.ജി.പി ആർ. ശ്രീലേഖയ്ക്ക് വിജയം. വോട്ടെണ്ണി തുടങ്ങിയപ്പോൾ മുന്നിലായിരുന്ന എൽ.ഡി.എഫിന്റെ യുവ സ്ഥാനാർത്ഥി 26-കാരിയായ ആർ. അമൃതയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ശ്രീലേഖയുടെ വിജയം. സരള റാണിയായിരുന്നു യു.ഡി.എഫിന്റെ സ്ഥാനാർത്ഥി. ആർ. ശ്രീലേഖയെ മേയർ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ടായിരുന്നു ബി.ജെ.പിയുടെ പ്രചാരണം നടന്നത്. ഈ പ്രചാരണത്തിനൊപ്പം തന്നെ വലിയ വിവാദങ്ങളും ആർ. ശ്രീലേഖയെ പിന്തുടർന്നിരുന്നു. വിവാദങ്ങൾക്കൊപ്പമായിരുന്നു ശ്രീലേഖയുടെ സ്ഥാനാർത്ഥിത്വവും പ്രചാരണവും. റിട്ടയർഡായിട്ടും സ്ഥാനാർത്ഥി പോസ്റ്ററിൽ IPS എന്ന് ചേർത്തതിന് പിന്നാലെ ശ്രീലേഖ വലിയ വിമർശനം നേരിട്ടിരുന്നു. വോട്ടെടുപ്പ് ദിനത്തിൽ ചട്ടവിരുദ്ധമായി തെരഞ്ഞെടുപ്പ് സർവേ ഫലം പ്രസിദ്ധീകരിച്ചതും വിവാദമായിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ NDAക്ക് മുൻതൂക്കം എന്ന സർവേ ഫലമായിരുന്നു ശ്രീലേഖ പങ്കിട്ടിരുന്നത്. പോളിംഗ് കഴിയുന്നതുവരെ ഇത് പ്രസിദ്ധീകരിക്കരുത് എന്നാണ് ചട്ടം. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ ശ്രീലേഖ കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് അംഗത്വം സ്വീകരിച്ചത്. അന്നത്തെ BJP സംസ്ഥാന അധ്യക്ഷനായിരുന്ന K. സുരേന്ദ്രനിൽ നിന്നാണ് ശ്രീലേഖ പാർട്ടി അംഗത്വം സ്വീകരിച്ചത്. ചേർത്തല SP ആയി ഔദ്യോഗിക ജീവിതത്തിന് തുടക്കമിട്ട ശ്രീലേഖ തൃശൂർ, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ SP ആയിരുന്നു. വിജിലൻസ്, ക്രൈംബ്രാഞ്ച്, DIG, IG, ADGP എന്നീ ചുമതലകൾ വഹിച്ചിരുന്നു. ഫയർഫോഴ്സ് മേധാവിയായിരിക്കെയാണ് ശ്രീലേഖ സർവീസിൽ നിന്ന് വിരമിച്ചത്. വലിയ വിവാദങ്ങളും ഇവരെ പിന്തുടർന്നിരുന്നു. എന്നാൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് ശാസ്തമംഗലം വാർഡിൽ നിന്ന് ശ്രീലേഖ വിജയിക്കുമ്പോൾ BJP തിരുവനന്തപുരം കോർപ്പറേഷനിൽ വമ്പൻ വിജയത്തിലേക്ക് അടുക്കുമ്പോൾ മേയറായി ശ്രീലേഖ വരുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് BJP തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുന്നത്. വലിയ വിജയം തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് BJPക്ക് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഉണ്ടായിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് BJPക്ക് നടന്നു കയറാനുള്ള ഒരു പാലമായി തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണം നേടുകയാണെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം തിരുവനന്തപുരത്ത് എത്തിക്കും എന്ന പ്രഖ്യാപനങ്ങൾ BJP മുന്നോട്ട് വെച്ചിരുന്നു. ഈ വിജയം നേടുന്നതോടുകൂടി തിരുവനന്തപുരത്തിന്റെ മുഖച്ഛായ മാറ്റുമെന്നും BJP പറഞ്ഞിരുന്നു. എന്തായാലും BJPയുടെ വിജയം UDFനെയും LDFനെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ്.